അടിഞ്ഞ് അപ്പാടെ പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ഈ പ്രദേശം ഒന്നാകെ തൂത്തുവാരി എറിഞ്ഞാണ് ഉരുൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 2 മണിയോടെ നടന്ന ഉരുൾപൊട്ടലിൽ വലിയ നാശനഷ്ടങ്ങളും വലിയ ജീവഹാനിയുമാണ് സംഭവിച്ചത്. കേരളം കേട്ടുകേൾവിയില്ലാത്ത അത്രയും വലിയ ദുരന്തത്തിൻ്റെ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമുക്കിതാ നമ്മുടെ മുന്നിലുള്ള ഈ പുഴ, ചൂരൽമല പുഴ, വളരെ ചെറിയ ഒരു തോടായിരുന്നു ഇതാണ് കുത്തിയൊലിച്ചു വന്ന് വലിയ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. സ്കൂളിൻ്റെ മുറ്റം ഒന്നാകെ, ഒരു ബിൽഡിംഗ് ഒന്നാകെ പൂർണ്ണമായും തകർന്നടിഞ്ഞ് ഒലിച്ചുപോയ ഒരവസ്ഥയിലാണുള്ളത്. മണ്ണും ചെളിയും വന്ന് പൂർണ്ണമായും ഇവിടെ നാമാവശേഷമാക്കി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ റെസ്ക്യൂ പ്രവർത്തകരും ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരും NDRF പ്രവർത്തകരും എല്ലാവരും ചേർന്ന് തന്നെ ഇവിടെ വലിയ രക്ഷാപ്രവർത്തനത്തിൽ തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അതിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. വലിയ കല്ലുകൾ വന്നടിഞ്ഞ് ഒരു പ്രദേശത്തെ ഒന്നാകെ മൂടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. വീടുകൾ പൂർണ്ണമായും ഇല്ലാതായി പോയിരിക്കുന്നു. കേരളം കേട്ടുകേൾവിയില്ലാത്ത ഒരു ദുരിതം തന്നെ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മേപ്പാടിയിൽ നിന്നും ഏകദേശം ഒരു 13 കിലോമീറ്റർ അപ്പുറമാണ് ഈ ചൂരൽമല എന്ന പ്രദേശം. ഇവിടെ ഒരു ചെറിയ അങ്ങാടി ഉണ്ടായിരുന്നു. അങ്ങാടി പൂർണ്ണമായും ഉരുൾ വന്ന് മൂടിയിരിക്കുകയാണ്. നമുക്ക് ഈ വീടുകൾ ഏകദേശം 200ഓളം താമസക്കാർ ഈ സ്ഥലങ്ങളിലുണ്ട് എന്നാണ് നേരത്തെ നമ്മളോട് സംസാരിച്ച ചൂരൽമലയിലെ ഒരു താമസക്കാരൻ പറഞ്ഞത്. അത് ഏകദേശം ഈ വീടിൻ്റെ ഉള്ളിൽ എത്ര ആളുകൾ ഇനിയും രക്ഷപ്പെടാനുണ്ട് എന്നതിന് ഒരു കണക്കുമില്ല. ഈ നമ്മൾ നേരത്തെ കണ്ട ഈ പുഴയുടെ എതിർവശത്തേക്ക് പോകാൻ ഇവിടെ ഒരു പാലമുണ്ടായിരുന്നു. പാലം അപ്പാടെ തകർന്ന് തരിപ്പണമായ ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള NDRF പ്രവർത്തകരും റെസ്ക്യൂ പ്രവർത്തകരും എല്ലാം വടം കെട്ടിക്കൊണ്ടാണ് ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇതിൻ്റെ ഒരു പൂർണ്ണമായ അവസ്ഥ നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്ര ഭീകരമായ ഒരു ഉരുൾപൊട്ടൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പുത്തുമലയ്ക്കപ്പുറം, നമ്മൾ കവളപ്പാറയ്ക്കപ്പുറം നമ്മൾ കണ്ട ഏറ്റവും വലിയ ദുരിതം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രകൃതി അത്രമേൽ ക്ഷോഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ പറയാൻ കഴിയുന്നത്. അത്ര ദുരിതമായ അവസ്ഥ. ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശത്ത് കൂടി ഉരുൾവെള്ളം ഒഴുകി പൂർണ്ണമായും നാമാവശേഷമാക്കിയിരിക്കുന്നു. ഇവിടെയൊക്കെ ഞങ്ങൾ ഈ നടക്കുന്ന പ്രദേശങ്ങളൊക്കെ വീടുകൾ നിറഞ്ഞ സ്ഥലമായിരുന്നു. ഇവിടെ 1, 2, 3 വീടുകൾ ഒഴികെ ബാക്കിയെല്ലാം പൂർണ്ണമായും നാമാവശേഷമായി പോയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഒരു കാർ ഇവിടെ ഇപ്പോഴും പുഴയിലേക്ക് മറിഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ഈ വീടിലേക്ക് നിർത്തിയിട്ട ഒരു കാറാണ് ഈ കാണുന്നത്. മരങ്ങൾ മുറിച്ചു മാറ്റുന്ന ഒരു ജോലിയും അതുപോലെ തന്നെ വലിയ JCB വന്ന മരങ്ങൾ എടുത്തു മാറ്റുന്ന ഒരു ജോലിയുമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം വലിയ ഉരുളുകൾ, നമ്മൾ ഇത്ര മരങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് കാണുമ്പോൾ തന്നെ വലിയ അത്ഭുതമായിരിക്കും. അത്രത്തോളം മരങ്ങളാണ് വന്നടിഞ്ഞ് ഒരു പ്രദേശത്തെ ഒന്നാകെ നാമാവശേഷമാക്കിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത്രമേൽ വയനാട് കണ്ട അത്രമേൽ വലിയ ദുരിതം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ വെള്ളമൊഴുകുന്ന സ്ഥലത്ത് തന്നെ നേരത്തെ ഒരു ചെറിയ പുഴയായിരുന്നു. ഇതാണ് ഇപ്പോൾ കുത്തി ഒഴുകി ഒരു പ്രദേശത്തെ ഒന്നാകെ ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നത്. അത്ര വലിയ ദുരിതത്തിലേക്ക് തന്നെയാണ് ഈ നാട്ടുകാരെ എത്തിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എല്ലാവരും ഉറങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ജീവഹാനി എത്ര പേർക്ക് സംഭവിച്ചു എന്ന് നമുക്കിപ്പോഴും കൃത്യമായി പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണ്.